പാർത്ത മണ്ഡലകാലമാണ്. അയ്യപ്പ ഭക്തരുടെ ഒഴുക്കാണ് ശബരിമലയിൽ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ശബരിമലയിൽ പോകാൻ കഴിയുമോ എന്ന് പലർക്കും സംശയമാണ്. അതായത് ഈ രക്തബന്ധത്തിൽപ്പെട്ടവരൊക്കെ മരണപ്പെട്ടാൽ 1 വർഷം കഴിഞ്ഞ് ശബരിമലയിൽ പോകാവും എന്നൊരു രീതി പലരും പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്കറിയില്ല. അതൊരു അന്ധവിശ്വാസമാണോ ഇനി വിശ്വാസത്തിൻ്റെ പുറത്താണോ പറയുന്നതെന്നും അറിയില്ല. പക്ഷെ ആളുകൾക്ക് പലർക്കും പല സംശയങ്ങളാണ്. രക്തബന്ധത്തിൽപ്പെട്ടവർ മരിച്ചാൽ പിന്നെ അടുത്ത വർഷമേ പലരും ശബരിമലയിൽ പോകുന്നത് കാണാറുള്ളൂ. സത്യത്തിൽ എന്താണ് അത്തരമൊരു കാര്യം പ്രചരിക്കാനുള്ള കാര്യം? യഥാർത്ഥത്തിൽ ഈ വിഷയം എന്ന് പറയുന്നത് വളരെ കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു വിഷയമാണ്. കാരണം വിശ്വാസികളെ പലതരത്തിലുള്ള ഭാഗങ്ങളുണ്ട് ഇതിന്, പല വിധത്തിലുള്ള വാദഗതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എല്ലാ വശം പറയുമ്പോഴും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന, അല്ലെങ്കിൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു വിഷയമായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഒരു ആത്മീയ വിഷയമായതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പറഞ്ഞു പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. യഥാർത്ഥത്തിൽ ശബരിമല ഒരു മലയരയ വിഭാഗം പൂജ ചെയ്തിരുന്ന ഒരു ക്ഷേത്രമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതിന് പന്തളം കൊട്ടാരവുമായിട്ട് ബന്ധമില്ലെന്നും ബന്ധമുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ അവിടെ ഉള്ളത് ശാസ്താവല്ല, അവിടെ കുട്ടിച്ചാത്തനാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരെ ഏറ്റവും പുതിയ രീതിയിൽ ആളുകൾ പറയുന്നുണ്ട്. നമ്മളതൊക്കെ മാറ്റി നിർത്തിയേക്കാം, ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതുവരെ വന്ന ഐതിഹ്യം അനുസരിച്ച് പന്തളം കൊട്ടാരത്തിലെ രാജാവിന് മണികണ്ഠനെ കിട്ടുന്നു. മണികണ്ഠൻ പിന്നീട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം വാസത്തിനായി പോകുന്നു. അവിടെ യോഗീശ്വര ഭാവത്തിൽ നിദ്ര കൊള്ളുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. യോഗീശ്വര ഭാവത്തിൽ ഇരിക്കുന്നു. അവിടെ ഇരിക്കുന്ന അയ്യപ്പന്റെ കാലിൽ ഈ ഒരു തോർത്ത് കൊണ്ട് ഒരു തുണി കൊണ്ടോ കെട്ടിവെച്ചിട്ടുണ്ട്. എന്റെ ഓർമ്മ എങ്ങനെയാണ്, പണ്ടെപ്പോഴോ പോയതാണ്. അപ്പൊ അതൊക്കെ പണ്ട് നമ്മൾ അമ്മമാരോടോ അല്ലെങ്കിൽ മുത്തശ്ശിമാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അയ്യപ്പൻ ഇനി ഇവിടെ നിന്നും ഓടിപ്പോകാതിരിക്കാൻ എപ്പോഴും അയ്യപ്പനെ കണ്ടുകൊണ്ടിരിക്കാൻ പന്തളം രാജാവ് ചെയ്തതാണ്. അതൊക്കെ ശരിയാണോ? അങ്ങനെയല്ല. അത് ഈ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട് കലിയുഗ വരദനാണ് അയ്യപ്പൻ. കലിയുഗത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കലിയുഗത്തിലെ എല്ലാ കലിയുഗം എന്ന് പറയുന്നത് അറിയാമല്ലോ, ഇതുവരെയുള്ള തേദ്രായുഗവും അതുപോലെ തന്നെ പല യുഗങ്ങളെയും സത്യയുഗത്തേക്കും അപേക്ഷിച്ച് ഏറ്റവും വൃത്തികെട്ട യുഗമാണ് കലിയുഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കലിയുഗത്തിൻ്റെ കാലഘട്ടത്തിൽ ആ കലിയുഗത്തിൽ നമ്മളെ സംരക്ഷിക്കാനായി നിൽക്കുന്ന ഒരു ദേവതാ സങ്കല്പമാണ്. ആ ദേവതാ സങ്കല്പം യോഗനിദ്രാഭാവത്തിലിരിക്കുന്നു. ആ യോഗി, അതായത് ബ്രഹ്മചാരിയായിട്ടുള്ള യോഗീഭാവത്തിലിരിക്കുന്ന അയ്യപ്പനാണ്. ആ അയ്യപ്പൻ്റെ നമ്മുടെ അവിടെയുള്ള കെട്ട് എന്ന് പറയുന്നത്, അതായത് കാലിന് ഉള്ള കെട്ട് എന്ന് പറയുന്നത് ആ നിദ്രാഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ട്, ആ യോഗീഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഉള്ള ഒരു കെട്ട് മാത്രമാണ്. അല്ലാതെ അവിടെ നിന്ന് അയ്യപ്പൻ എഴുന്നേറ്റ് ഓടാതിരിക്കാനുള്ള കെട്ടൊന്നും അല്ല. ആ പറയുന്നത് നമ്മുടെ കാലിൻ്റെ 2 ഭാഗങ്ങൾ കൂട്ടിക്കെട്ടുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ മണ്ഡലത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ പാഠങ്ങളുണ്ട്, വേദങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഈ മുദ്ര, ഈ ചിന്മുദ്രയൊക്കെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉള്ള എനർജി ലെവൽ, അതുപോലെ തന്നെ ഈ കെട്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കുമ്പോൾ 2 കാലുകളും തമ്മിൽ ആ രൂപത്തിൽ ഇരിക്കാൻ വേണ്ടി പ്രതിഷ്ഠിച്ചതാണ്. അതായത് ആ ഒരു സങ്കല്പം നമുക്ക് പകർന്നു തരാൻ വേണ്ടിയിട്ടാണ്, യോഗീഭാവത്തിലിരിക്കുന്ന സങ്കല്പം പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു കെട്ട്. അല്ലാതെ ഈ പറയുന്ന പോലെയൊന്നും അല്ല. രാജാവ് അദ്ദേഹത്തിൻ്റെ പുറകെയൊന്നും പോയി കെട്ടാനൊന്നും നിന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ രക്തബന്ധത്തിൽ ഉള്ള ആളുകൾ മരണപ്പെട്ടാൽ ക്ഷേത്രങ്ങളിൽ പോകാമോ എന്നുള്ളത് തന്നെ തനതായ ചോദ്യമാണ്. ഈ അച്ഛൻ, അമ്മ, മക്കൾ, ആ തരത്തിലുള്ള ബന്ധങ്ങളുണ്ടല്ലോ, അച്ഛമ്മ, അച്ഛൻ, അതല്ലാത്ത രക്തബന്ധത്തിലുള്ള ആളുകളൊക്കെ തന്നെ മരണപ്പെടുന്ന സമയത്ത് പോലും നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകാതിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇനി 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ നമ്മളിപ്പോൾ ഒരു പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്നു. ആ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ഈ ഒരു എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുക. അതായത് അച്ഛൻ്റെ അനിയൻ, സഹോദരങ്ങൾ എല്ലാവരും, അവരുടെ ഭാര്യമാർ എല്ലാം ഒരുമിച്ചാണ് താമസിക്കുക. അപ്പോൾ ആ രക്തബന്ധത്തിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ആളുകളെല്ലാം ഒരു വീട്ടിൽ താമസിക്കുകയും അവിടെ നിന്ന് ഒരേ രീതിയിൽ ഭക്ഷണം കഴിക്കുകയും അതുപോലെ ഈ ബലികർമ്മങ്ങളൊക്കെ ആചരിക്കുകയും തൊട്ട് ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നൊരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ രക്തബന്ധത്തിൽപ്പെട്ട എല്ലാവരും അവിടേക്ക് പോകരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് കാലമൊക്കെ മാറി, എല്ലാവരും അണുകുടുംബങ്ങളായി മാറി താമസിക്കാൻ തുടങ്ങി, മറ്റു കാര്യങ്ങളൊക്കെ വന്നു. അപ്പം നമ്മുടെ ഏറ്റവും അടുത്ത, ഏറ്റവും പ്രാഥമികമായ രക്തബന്ധങ്ങൾ ഒഴികെയുള്ള കുറച്ച് വിട്ടിട്ടുള്ള രക്തബന്ധങ്ങളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ
ഇതിന് ശാസ്ത്രീയപരമായും താന്ത്രികപരമായിട്ടും ഒക്കെ അങ്ങനെ പോവേണ്ടതില്ല. അതായത് ക്ഷമിക്കണം, അമ്പലത്തിൽ പോവാം, പ്രശ്നമില്ല, തൊട്ട് കൂട്ടിത്തൊള്ളാത്ത ആളുകളാണെങ്കിൽ അമ്പലത്തിൽ പോകാം എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്, ഒരുവിധം തന്ത്രശാസ്ത്ര വിദഗ്ധർ പറയുന്നുണ്ട്. മറ്റൊരു വിഭാഗം പറയുന്നത് ഇത് എനർജി ലെവലുള്ള വ്യത്യാസമാണ്. അതായത് നമ്മൾ രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾക്കെല്ലാം ഈ പുല എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് എന്നും ഈ പുല എല്ലാ ആളുകളിലേക്കും വ്യാപിക്കുമെന്നും ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ മറ്റവർ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി പറയുന്നത് ഈ പുല എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെ 2 തരത്തിലാണ് ഉണ്ടാക്കിയതെന്നാണ്. ഒന്ന്, ഈ മരണപ്പെട്ട് കഴിഞ്ഞ ആളുകൾക്ക് 7 ദിവസം 16 ദിവസം ഒക്കെയാണല്ലോ ഇതിൻ്റെ കണക്ക്, 41 ദിവസം വരെയാണ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള വൈറസ് രോഗം ബാധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഒക്കെ ബാധിച്ച് മരണപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇത് വരാനുള്ള ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 1 ആഴ്ച, 2 ആഴ്ച, 21 ദിവസം, 41 ദിവസം, ഇങ്ങനെയാണ്. ഇതിൻ്റെ മാക്സിമം ലെവലാണ് ഈ 16 ദിവസം 21 ദിവസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ലെവൽ വരെ ഇവർ ശുദ്ധമായി കുളിച്ച് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പിന്നീട് പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് ആ അണുബാധകളൊന്നും ഉണ്ടാവാതിരിക്കാം. ഇനി അഥവാ രോഗം വന്നാൽ അവർക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. ഇതൊരു ശാസ്ത്രീയമായ സനാതനത്തിൻ്റെ ഒരു ഭാഗമാണ്. 1. 2, ഈ മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് അവന് പഞ്ചപ്രാണനുകൾ ഉണ്ട് എന്നാണ് പറയുക. 5 പ്രാണനും 5 ഉപപ്രാണനും ഉണ്ട് എന്നാണ് പറയുക. ഇതിൽ പഞ്ചപ്രാണനുകളിൽ എല്ലാ പ്രാണനും മരണസമയത്ത് തന്നെ പോകുന്നില്ല. ഈ ഓരോ ചടങ്ങിനനുസരിച്ച് 7 സഞ്ചയനത്തിൻ്റെ അന്ന് പോകുന്ന പ്രാണൻ, 16-ന് പോകുന്ന പ്രാണൻ, അങ്ങനെ പോയി വർഷാവസാനം വരെ പോകുന്ന പ്രാണൻ വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ചടങ്ങുകൾ വെക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന പുല എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. ഈ പുലയ്ക്ക് ഈ രക്തബന്ധം ഉണ്ട് എന്നുള്ളത് കൊണ്ട് പടർന്ന് ഇങ്ങനെ പിടിക്കാനുള്ള കഴിവൊന്നുമില്ല എന്നും തന്ത്രശാസ്ത്രം പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് ആ പുലയുള്ളത്. അതായത് അച്ഛൻ അമ്മ മകൻ ബന്ധത്തിലല്ല, അല്ലാത്ത രക്തബന്ധത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അവിടെ നമ്മൾ വേറൊരു വീട്ടിലാണ്, അകന്നൊരു സ്ഥലത്താണ് താമസിക്കുന്നത്, നമുക്ക് അങ്ങനെ തൊട്ട് ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ അതിങ്ങനെ പണ്ടേ ഇങ്ങനെ ഇൻജെക്ട് ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ തത്വശാസ്ത്രവും ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമ്മളാരും നോക്കാറില്ല. ഇപ്പം അമ്മുമ്മയോ അപ്പൂപ്പനോ മുത്തശ്ശിയോ മുത്തശ്ശനോ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു വർഷം, ഇപ്പോൾ നമ്മുടെ കണക്കനുസരിച്ച് 16-ന് പണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ 16-ന് തന്നെ ഇപ്പോൾ ചടങ്ങൊക്കെ കഴിഞ്ഞ് കുളിച്ച് അന്ന് തന്നെ അമ്പലത്തിൽ പോയില്ല എങ്കിൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് അമ്പലത്തിൽ പോകാൻ പാടുള്ളൂ എന്നൊക്കെയാണ് കുടുംബത്തിലുള്ളവർ പറയുന്നത്. അത് എത്രത്തോളം വിശ്വാസമുണ്ട് സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ പിന്തുടർന്ന് വന്ന രീതി അതായതുകൊണ്ട് നമ്മൾ ആ രീതിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും വലിയ രീതിയിൽ എനിക്ക് അറിവും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ അതിനെക്കുറിച്ച് വലിയ രീതിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുമല്ല. വിശ്വാസമുണ്ട്, അടുത്ത് പോകുക, തൊഴുക, തിരിച്ചു വരിക. പിന്നെ പണ്ട് വീട്ടിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, മരണ വീട്ടിൽ പോയിട്ട് വന്നാൽ ഉടനെ കുളിക്കണം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു വെച്ചു. അപ്പം നമ്മുടെ പൊതുവേ മരണ വീട്ടിൽ പോകാൻ ഭയമുള്ള ഒരാളാണ് ഞാൻ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെയൊക്കെ വിചാരം എന്ന് വെച്ചാൽ മരണപ്പെട്ട ആള് രാത്രി ആവുമ്പോൾ നമ്മളെ കാണാനൊക്കെ വരും. ഇതൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ട് മരണ വീട്ടിൽ പോകാൻ വളരെ ഭയമാണ്. പിന്നെ എനിക്ക് ഭയമില്ലാത്തൊരു മരണം ഇത് എൻ്റെ അച്ഛൻ്റെ മരണം മാത്രമായിരുന്നു. അച്ഛൻ മരിച്ചപ്പോഴായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായത്. ബാക്കി മരണങ്ങളൊക്കെ എന്നെ എപ്പോഴും ഭയപ്പെടുത്തുന്ന ഒരു ഇതായതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അമ്മ ആരെങ്കിലും മരിച്ചാൽ എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നത് ആ മരണ വീട്ടിൽ പോകുന്നതിന് മുന്നേ തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് പോകും. എന്ന് വെച്ചാൽ വന്ന വീട്ടിൽ കയറത്തില്ല, നേരെ പോയി കുളിച്ച് തലയിലിട്ടിരുന്ന ആ ചെറിയ തല കെട്ടാനിട്ടിരുന്ന ഒരു ചെറിയ നമ്മുടെ തലകൂടി കെട്ടുന്ന ആ ക്ലിപ്പ് വരെ കഴുകി എടുത്തിട്ടാണ് പിന്നെ ഉപ്പുവെള്ളമൊക്കെ കളിച്ചാണ് വീട്ടിൽ കയറുക. അതൊരു ചിട്ട പോലെ എന്തോ പ്രശ്നം ആണ്. പിന്നെ മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മൃതദേഹം എടുക്കുന്നതിന് മുന്നേ തിരിച്ചു വരാൻ പാടില്ല, അത് ദുഷ്യഗുണമാണ് എന്നൊക്കെ ഭയങ്കരമായ രീതിയിൽ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ശബരിമല പോലൊരു സ്ഥലത്ത് 41 ദിവസത്തെ വ്രതം എടുത്ത് കഠിനമായ വ്രതങ്ങൾ എടുത്ത് പോകുന്നവർ പലരുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവർക്കൊക്കെ ഒരു സംശയമാണ്, രക്തബന്ധത്തിലുള്ളവരൊക്കെ മരിച്ചാൽ ഒരു വർഷം കഴിഞ്ഞേ പോകാൻ കഴിയൂ, ഒരു വർഷം കഴിഞ്ഞേ അങ്ങനെ ഒരു കുറേ പേരുടെ സംശയമാണ്. ഇപ്പോൾ പാർത്ഥന്റെ അഭിപ്രായത്തിൽ എന്താ, പോകണമെന്നാണോ പോകേണ്ടതെന്നാണ്? അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചാണോ?
അല്ല, ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്. വിശ്വാസികൾക്ക് എന്തും തീരുമാനമെടുക്കുക, അത് അവരുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. ഞാൻ അങ്ങനെ ഒരാളെ ഒന്നിനും നിർബന്ധിക്കുന്നില്ല. എൻ്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ അച്ഛൻ, അമ്മ, മക്കൾ, അച്ചമ്മ, അച്ചച്ചൻ, ഈ ലെവലിലുള്ള പ്രാഥമികമായ രക്തബന്ധം ഒഴികെ മറ്റു രക്തബന്ധങ്ങളാണെങ്കിൽ അവർ ഈ വീടുമായി സ്ഥിരമായി ഇരിക്കാത്ത, സ്ഥിരമായി കൂടിക്കലർന്ന് ആ മരണ വീട്ടുകളിൽ സ്ഥിരമായി ഇടപെടാത്ത ആളുകളാണെങ്കിൽ, അവർ തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നും ഇല്ല എങ്കിൽ അവിടെ ഈ പോകുന്ന എന്താ പറയുക, ഈ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞ് ചാവിലിരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഈ മരിച്ച ദിവസം 7 ദിവസം വരെ അങ്ങനെ ഇരിക്കാത്ത ആളുകളാണെങ്കിൽ, രക്തബന്ധമൊക്കെ ഉണ്ട്, അങ്ങനെ ഇരിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ശബരിമലയിലോ അമ്പലങ്ങളിലോ പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും പല ആചാര്യന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നതും. രണ്ടാമത്തത് തന്നെ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ഈ മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുളിച്ചിട്ടേ വീട്ടിൽ കയറാവൂ എന്ന് പറയുന്നതിൻ്റെ കാരണവും 2 കാരണമാണ്. ഒന്ന് ആത്മീയവും ഒന്ന് ശാസ്ത്രീയവുമായ കാരണം. ആ ശാസ്ത്രീയമായ കാരണം എന്ന് പറയുന്നത്, മരിച്ച വീട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ആളുകളൊക്കെ കൂടുന്ന സ്ഥലമാണ് ഒന്ന്. 2, ഈ മരണ വീട്ടിൽ എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് നമുക്കറിയില്ല, ഈ വ്യക്തി മരിച്ചതെന്ന് നമുക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും അണുബാധകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ നമ്മൾ കുളിച്ചിട്ട് കയറുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ ആത്മീയമായ കാരണം എന്ന് പറയുന്നത്, മരണ വീടുകളിൽ എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയുടെ ഫീലിങ്സ് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു നെഗറ്റീവ് സാഹചര്യമാണ് അവിടെ. ആ നെഗറ്റീവ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെയും നമ്മുടെ ശരീരത്തെയും ഒക്കെ ബാധിക്കുമെന്നും അത് മാറാൻ വേണ്ടിയിട്ട് കുളിക്കുക, ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുക, തുളസി ഇലയിട്ട വെള്ളത്തിൽ കുളിക്കുക, ഒപ്പം ഉപ്പ് തളിക്കുക എന്ന് പറയുന്നത്, ഉപ്പിൻ്റെ പ്രത്യേകത ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഉപ്പ് നെഗറ്റീവ് എനർജിയെ മാറ്റുന്ന ഒന്നാണ്, ശുദ്ധീകരിക്കുന്ന ഒന്നാണ് ഉപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. ഈ സനാതനത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ശാസ്ത്രീയവും ഒരുപോലെ ആത്മീയവും യോജിപ്പിച്ചാണ് സനാതനം എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശബരിമലയിൽ എന്താണ്, നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ അടിയുറച്ച വിശ്വാസമുണ്ട്. പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന അടിയുറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ അത് ആളുകൾ പറയുന്നത് എന്താണ്, ഈ പീരീഡ്സിനെ എന്തോ മഹാമോശമായി കാണുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അല്ല, ഒന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിൽ കൃത്യമായിട്ട് പറയുന്നു. ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ കൃത്യമായി പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ക്ഷേത്രത്തിനൊക്കെ ഓരോ എനർജി ഉണ്ട്. ഓരോ എനർജിയെ പറ്റി ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ പീരീഡ്സ് ആയിക്കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ മൂത്രമോ മലമോ നമ്മുടെ ശാരീരികമായ വേസ്റ്റുകൾ എന്തെങ്കിലും തരത്തിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളത് വരികയാണെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ബ്ലഡ് ഈ പറയുന്ന ക്ഷേത്രത്തിലെ എനർജിയുമായി ബന്ധപ്പെട്ട് സിങ്ക് ആവാത്തൊരു കാര്യമാണ്. ഇപ്പം ബലി കൊടുക്കുന്ന ക്ഷേത്രങ്ങൾ പോലെ അല്ല ബലി കൊടുക്കാത്ത ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ വ്യത്യാസങ്ങളുണ്ട്. സ്വാത്വികവും ഓരോ ആചാരങ്ങൾക്ക് ഓരോ സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഈ പീരീഡ്സ് ആയ ആളുകൾ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. അതിനോടൊപ്പം വേറൊരു കാര്യവും, ഏത് ദേവീദേവന്മാരായാലും സനാതന ധർമ്മം അനുസരിച്ച് ഈ പീരീഡ്സ് ആവുക എന്ന് പറയുന്നത് അമ്മയാകാനുള്ള തയ്യാറെടുപ്പ്, മാതൃഭാവം ആണ്. ആ മാതൃഭാവത്തിലുള്ള സ്ത്രീയെ കണ്ടാൽ ഏത് ദേവനും എഴുന്നേറ്റ് നിൽക്കും എന്നാണ് പറയുക. അപ്പോൾ പ്രത്യേകിച്ച് ശബരിമലയിലേത് ഒരു യോഗനിദ്രയിലുള്ള ശാസ്താവായതുകൊണ്ട് ആ യോഗനിദ്രയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ വലിയ പൂജാ പരിഹാര കർമ്മങ്ങൾ ചെയ്യണം അത് മാറാൻ വേണ്ടി. അപ്പം നിരന്തരമായി ഇപ്പം ഒരു പീരീഡ്സ് ഒക്കെ ആയുള്ള, അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ പ്രശ്നമല്ല, പീരീഡ്സ് ആവാനുള്ള ആ പ്രായഗതിയിലുള്ള, അമ്മയാവാനുള്ള പ്രായഗതിയിലുള്ള ആളുകൾ അവിടെ പോകുമ്പോൾ അവരെ കാണുമ്പോൾ അയ്യപ്പനെ എഴുന്നേറ്റ് നിന്ന് തൊഴും എന്നാണ് പറയുന്നത്. ആ യോഗനിദ്ര നഷ്ടപ്പെടും. മറ്റുള്ള പ്രതിഷ്ഠകളെ പോലെയല്ല, മറ്റുള്ള പ്രതിഷ്ഠകളൊന്നും യോഗനിദ്രയുള്ള പ്രതിഷ്ഠകളല്ല, ബ്രഹ്മചാരി രൂപത്തിലുള്ള പ്രതിഷ്ഠകളല്ല. അപ്പോൾ ആ വിശ്വാസം അനുസരിച്ച് സ്ത്രീകൾ അവിടെ പോയി കഴിഞ്ഞാൽ നിരന്തരമായി ഇങ്ങനെ ഭഗവാൻ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്ന നിരന്തരമായി പൂജാപരിഹാരം ചെയ്യേണ്ടി വരില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പോവരുത് എന്ന് പറയുന്നത്. അല്ലാതെ അയ്യപ്പന് എന്തെങ്കിലും സ്ത്രീകളോട് പ്രശ്നം ഉണ്ടായിട്ടോ, അയ്യപ്പന് സ്ത്രീകളെ കണ്ടാൽ എന്തെങ്കിലും എന്താ പറയുക, ചില ആൾക്കാർ പറയുന്നുണ്ട് ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു പോകുമോ, കാമം വരുമോ എന്നൊക്കെ ചോദിച്ചു. അതൊന്നും അല്ല ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്, ഇതിൻ്റെ പുറകിലുള്ള കാര്യം എന്ത് എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കില്ല. അവർ ആർത്തവത്തെ ഇതിലോട് കൂട്ടിക്കുഴയ്ക്കും, അവർ സ്ത്രീ വിരുദ്ധതയെ കൂട്ടിക്കുഴയ്ക്കും, അവർ ജാതിയെ കൂട്ടിക്കുഴയ്ക്കും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ. നമ്മുടെ ആളുകൾക്ക് ക്ഷേത്രം എന്താണെന്നോ ക്ഷേത്രത്തിലെ താന്ത്രിക എനർജി എന്താണെന്നോ ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഹൈന്ദവീയമായ ആളുകളെ പറ്റി. ഞാനൊരു ഹൈന്ദവനായതുകൊണ്ട് എനിക്കത് പറയാമല്ലോ, ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു വേർഷൻ. തീർച്ചയായിട്ടും.